ഇനി ഏത് തടിയുള്ളവർക്കും ഇഡ്ഡലി കഴിച്ചിട്ട് തടി കുറക്കാന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? തടി മാത്രമല്ല കേട്ടോ, ഷുഗറും പ്രഷറും ഒക്കെ നമുക്ക് കൺട്രോൾ ചെയ്യാനും പറ്റും. അല്ല അടിപൊളി പെർഫെക്റ്റ് സോഫ്റ്റ് ഇഡ്ഡലി തയ്യാറാക്കുകയും ചെയ്യാം. ഒരു പേടിയും കൂടാതെ ധൈര്യമായിട്ട് കഴിക്കുകയും ചെയ്യാം. കാരണം ഞാനിവിടെ തയ്യാറാക്കിയെടുക്കുന്നത് മില്ലറ്റ് വെച്ചിട്ടുള്ള ഇഡ്ഡലിയാണ് കേട്ടോ. അപ്പോൾ ഞാനിവിടെ 1 കപ്പ് മില്ലറ്റാണ് എടുത്തിട്ടുള്ളത്. ഹിൽസ് നാച്ചുറലിൻ്റെ കോഡോ മില്ലറ്റ് അഥവാ കൂവരക് പറഞ്ഞിട്ടുള്ള മില്ലറ്റാട്ടോ എടുത്തിട്ടുള്ളത്. മില്ലറ്റിന് ഒരുപാട് ആൻറ്റി ഓക്സിഡൻസും അയണും ഫൈബറൊക്കെ അടങ്ങിയതുകൊണ്ട് തന്നെ നല്ല ഹെൽത്തി ആയിട്ടുള്ള വേർഷനാണ്. എന്നാൽ ടേസ്റ്റിനൊരു മാറ്റവും ഇല്ല കേട്ടോ. അപ്പോൾ അത് 1 കപ്പ് എടുത്തിട്ടുണ്ട്. അത് നന്നായിട്ട് കഴുകി വെള്ളത്തിൽ സോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം. പിന്നെ 1/4 കപ്പ് ഉഴുന്നും 1/4 ടീസ്പൂണ് ഉലുവയും നന്നായിട്ട് വാഷ് ചെയ്തിട്ട് അതും വെള്ളത്തിൽ സോക്ക് ചെയ്യാൻ വേണ്ടി അരക്കുന്നതിന് ഒരു 10 മിനിറ്റ് മുന്നേ ഞാൻ കുറച്ച് വെള്ള അവിലൊന്ന് സോക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. വെള്ള അവിലിന് പകരം നിങ്ങൾക്ക് മില്ലറ്റ്സിൻ്റെ തന്നെ അവിൽ വാങ്ങിക്കാൻ കിട്ടും. അത് യൂസ് ചെയ്താലും മതി. അതല്ലെങ്കിൽ മില്ലറ്റ്സ് വേവിച്ചിട്ടുള്ള ചോറുണ്ടാവില്ലേ, അത് എടുത്താലും മതി കേട്ടോ. എന്നിട്ട് എല്ലാം കൂടെ നന്നായിട്ട് അരച്ചെടുത്തിട്ട് കൈ വെച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. 8 മണിക്കൂറെങ്കിലും ഫെർമെൻ്റ് ആവാൻ വേണ്ടിയിട്ട് വെക്കാം കേട്ടോ. 8 മണിക്കൂറിന് ശേഷം അടിപൊളിയായിട്ട് നമുക്ക് ഫെർമെൻ്റ് ആയിട്ട് കിട്ടും. എന്നിട്ട് ഉപ്പൊക്കെ ചേർത്തിട്ട് നമുക്ക് ഇഡ്ഡലി വേവിച്ചെടുക്കാം. നല്ല പെർഫെക്റ്റ് ആയിട്ട് നല്ല ടേസ്റ്റിലും നല്ല സോഫ്റ്റിലും തന്നെ നമുക്ക് ഈ ഒരു ഇഡ്ഡലി കിട്ടും കേട്ടോ. നമുക്ക് നോർമലായിട്ട് ഉണ്ടാക്കുന്ന ഇഡ്ഡലിയുടെ സെയിം ടേസ്റ്റ് ഒക്കെ തന്നെയാണ് ഇതിനും. അപ്പോൾ ഹെൽത്തി ഡയറ്റ് ഫോളോ ചെയ്യുന്നവരൊക്കെ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം.